ഇലക്ഷനിൽ CPM ഇടതുപക്ഷം അമ്പേ പരാജയപ്പെട്ടു. വികസന പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു സത്യം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പറയുന്ന വീഡിയോ. മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം. തിരുവനന്തപുരത്ത് ജയിച്ചവരുടെ പേര്, കോഴിക്കോട് ജയിച്ചവരുടെ പേര്, എറണാകുളത്ത് ജയിച്ചവരുടെ പേര്. എന്താണ് മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറയാ? എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത്രേ ആ മന്ത്രിസഭയിൽ ആളിരിക്കുവാണ് ഇപ്പോഴും. പച്ചയ്ക്ക് വർഗീയത. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ വർഗീയത ഇഷ്ടപ്പെടാത്തവരാണ്. ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഈ വർഗീയത പറഞ്ഞ് അതിലൂടെ ലാഭമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവരെ കേരളം അവഗണിക്കുന്നു, മലയാളികൾ പുറംകാലുകൊണ്ട് ചവിട്ടുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു റിസൾട്ടാണ് ഈ ഇലക്ഷൻ നമുക്ക് കാണിച്ചു തന്നത്. ഇനിയെങ്കിലും അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഞാനൊരു കാര്യം കൂടെ പറയാണ്. UDF തിളക്കമാറുന്ന ഈ വിജയം നടത്തിയപ്പോൾ അതിൻ്റെ ശില്പിയായി നിന്നതും ഈ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും. കേരളത്തിൽ 530-550 കിലോമീറ്റർ കടലാണ്. നമുക്ക് എന്തുകൊണ്ട് കോസ്റ്റൽ ഷിപ്പിംഗ് ചെയ്യാൻ പാടില്ല? കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഷിപ്പിംഗ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കാർഗോ. ഞാൻ പറയുന്നത് ഇപ്പൊ ആദ്യം പെട്രോള്, ഡീസല്, മണ്ണെണ്ണ തുടങ്ങിയ ഹസാർഡസ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊക്കെ റോഡിൽ നിന്ന് അങ്ങോട്ട് പോട്ടെ. അപ്പൊ എന്താ, റോഡ് ഫ്രീ ആയ റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ 1/3 എക്സ്പെൻസ് വരുള്ളൂ കോസ്റ്റൽ കാർഗോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയും കുറെ മെറ്റീരിയൽസ് കൊണ്ടോ പതിയെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ആകുമ്പോഴേക്കും നമുക്ക് ടൂറിസം കൊണ്ടുവരാം. നിങ്ങൾ മംഗലാപുരത്ത് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് കയറിയാൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയാൽ പോലെ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പോർട്ടിൽ ഇറക്കി, നിങ്ങൾ കൊച്ചിയിൽ ഇറക്കി, നിങ്ങൾ മൂന്നാറിലേക്ക് പോകാമല്ലോ. നമുക്ക് അത് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാം. നമുക്ക് എന്തുമാത്രം പൈസ ലാഭം ഉണ്ടാവും. നമ്മുടെ റോഡ് ഫ്രീ ആവും, നമ്മുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യും. ഒരുപാട് സാധ്യതകൾ വരും. സിംഗപ്പൂർ, ദുബായ്, സിയാറ്റിൽ, ഇതെല്ലാം പോർട്ട് സിറ്റികളാണ്. കേരളം അതുപോലെ വലിയൊരു പോർട്ട് സിറ്റിയായ ഇനി മുന്നോട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആരെന്ന ചോദ്യം പോലും അപ്രസക്തമാക്കുകയാണ്. ഇദ്ദേഹം അല്ലാത്ത മറ്റൊരാളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് തീർത്തും കേരളത്തിന് വലിയൊരു പ്രതിഭയെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ടി വരികയാണ്. രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും അവരൊക്കെയും പ്രഗത്ഭരായ നേതാക്കളും കേരളം കണ്ട രാഷ്ട്രീയ വിചക്ഷണരുമൊക്കെയാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല കുറച്ചു കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നേതൃരംഗത്ത് കൂടുതൽ മികവുള്ളവരെയാണ് നമ്മൾ മുന്തിക്കേണ്ടത്. ഏറ്റവും